അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് കർത്താവായ യേശുദേവനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രേഖ. ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഞാനിവിടെ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് 2021 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. 2021 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് ഞാനും എൻ്റെ അനിയത്തിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ അനിയത്തിക്ക് പെട്ടെന്ന് അവളുടെ കക്ഷത്തിൽ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായി. ആ മുഴ പരിശോധിച്ചപ്പോൾ അതൊരു ക്യാൻസറാണെന്ന് മനസ്സിലായി. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് എത്തിയത്. അത് വരാനുള്ള കാര്യം, ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് കൃപാസനത്തിൽ വന്നിരുന്നു. അന്ന് വന്നിട്ട് പോകുമ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകാൻ നേരം ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചുകൊണ്ട് പോയി. ആ ഫോട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുകയും, പക്ഷേ എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കും, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2021 ഓഗസ്റ്റ് മാസം എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിൽ മുഴയുണ്ടായപ്പോൾ ഞാൻ അന്ന് വൈക്കത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുക. അവിടെ വെച്ചാണ് ഞാൻ അറിഞ്ഞത് അനിയത്തിക്ക് അത് ക്യാൻസറാണെന്ന്. ഞാൻ വീട്ടിൽ ഭയങ്കര വിഷമത്തോടുകൂടി വീട്ടിൽ ഓടി വന്ന് ഞാൻ എൻ്റെ മുറിയിൽ കയറിയപ്പോൾ എൻ്റെ ടേബിളിലിരുന്ന മാതാവിൻ്റെ ഫോട്ടോയിൽ ഞാൻ പെട്ടെന്നങ്ങ് നോക്കി. അന്നേരം എൻ്റെ ചെവിയിൽ ആരോ പറയുന്ന പോലെ തോന്നി, നീ കൃപാസനത്തിൽ പോകണമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ സമയം 12:30 കഴിഞ്ഞു, ഉച്ച നേരം. ആ ഉച്ച സമയത്ത് ഞാൻ അമ്മയോട് പറയുമ്പോൾ ഞാൻ കൃപാസനത്തിൽ പോകുക, അനിയത്തിക്ക് ഇങ്ങനെ അസുഖമാണെന്ന് പറഞ്ഞ്, ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെ പേടിച്ചു പോയില്ല. നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ കൂടപ്പിറപ്പിന് വരുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ അപ്പോഴെനിക്കത് ഫീൽ ചെയ്ത് ഞാൻ ആ ഉച്ച നേരത്ത് ഓടി അവിടെ നിന്ന് ഞാൻ വൈക്കത്ത് വന്ന് ബസ് കയറി ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോൾ അറിയുന്നത് കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, പള്ളിയുടെ വാതിൽ ഗേറ്റ് അടച്ചിട്ടേക്കണ്. എനിക്ക് ഒരുപാട് വിഷമായി. ഞാൻ അമ്മ മാതാവിൻ്റെ ആ ഗേറ്റിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഈ നട്ടുച്ച നേരത്ത് ഞാൻ നിന്നെ കാണാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ അമ്മേ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ അനിയത്തി ഹോസ്പിറ്റലിൽ ഇരിക്കുക, അവൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഓടിയെത്തി അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി വന്ന് ഫോൺ നമ്പർ തന്ന്. ഞാൻ ആ ഫോൺ നമ്പറിൽ നോക്കി വിളിച്ച് പറഞ്ഞു എൻ്റെ അനിയത്തിയെക്കുറിച്ച്, അവളുടെ പ്രാർത്ഥന സഹായം പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച സിസ്റ്റർ പറഞ്ഞ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാനിപ്പോഴും ഒന്നേ പ്രാർത്ഥിച്ചോളൂ, അമ്മേ എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിൽ എടുക്കരുത്, മുഴ മാത്രം എടുക്കാൻ മതിയെന്നേ ഡോക്ടർ പറയാവുള്ളെന്ന്. അപ്പോൾ അനിയത്തി ഹോസ്പിറ്റലിൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ OPയിൽ ഇരിക്കുക. ഉച്ചയ്ക്ക് ഒരു 1:30 മണിയോളം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച്. അതിന് ശേഷം ഞാൻ അനിയത്തി വിളിച്ചപ്പോൾ അനിയത്തി പറഞ്ഞു, മുഴ മാത്രം എടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന്. അപ്പം ഞാൻ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി. അതിന് ശേഷം ഞാൻ അനിയത്തിയുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള കാര്യം അനിയത്തി പറയും. അതിന് ശേഷം ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയും. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് മഞ്ജു. ഞാൻ മരടിൽ നിന്ന് വരുന്നു. 2021 സെപ്റ്റംബറിൽ എൻ്റെ ഇടത് ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു. അത് ക്യാൻസറിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചു. ഓപ്പറേഷന് ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു 7 മാസത്തെ ലീവ് എടുക്കണം, കീമോ റേഡിയേഷൻ എല്ലാം വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. ഞാനൊരു നേഴ്സാണ്, എനിക്ക് ജോലി എടുക്കാതെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും, സർജറിക്കും കീമോയ്ക്കൊക്കെ വേണ്ട സാമ്പത്തികത്തിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു കോംപ്രമൈസ് ഇല്ല, ഇത് ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സർജറിക്ക് ശേഷം ഞാൻ 2021 ഒക്ടോബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ചേച്ചിയാണ് എന്നെ കൊണ്ടുവന്നത്. ഉടമ്പടി എടുത്തു. ഇവിടെ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, 7 മാസം ഞാൻ വീട്ടിൽ ഇരുന്നാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം, ഹസ്ബൻഡ് ഒരു കൂലിപ്പണിക്കാരനാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കരഞ്ഞു ചോദിച്ചു. ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്. എൻ്റെ ഫോണിലേക്ക് എൻ്റെ HODയും എൻ്റെ നേഴ്സിംഗ് സൂപ്രണ്ടും ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ എടുത്ത് അവരെ തിരിച്ച് വിളിച്ച് ചോദിച്ചു, എന്താണ് എന്നെ വിളിച്ചതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു,
നീ ടെൻഷൻ ആവണ്ട, നിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു നിനക്ക് ഫുൾ സാലറിയും തന്നേക്കാമെന്ന്. അങ്ങനെ വിത്ത് ഇൻക്രിമെൻറ്റോട് കൂടി തന്നെ അവരെനിക്ക് സാലറി 7 മാസം തന്നു. അത് അമ്മ മാതാവ് തന്ന ഒരു കൃപയായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൂടാതെ എനിക്ക് എൻ്റെ വലത് കാലിന് ഒരു 2-3 മാസമായിട്ട് വേദനയായിരുന്നു, ഭയങ്കര വേദന. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, മഞ്ജു നീ പോയി സ്കാൻ ചെയ്യൂ, എന്തെങ്കിലും ഇനി അസുഖത്തിൻ്റെതായ എന്തെങ്കിലും ആണോ എന്നറിയില്ല, നീ പോയി സ്കാൻ ചെയ്യുമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവാണ് എൻ്റെ ഡോക്ടർ, എനിക്ക് ഈ തൈലം കൊണ്ട് എൻ്റെ അസുഖം മാറ്റിത്തരുമെന്ന്. ഞാൻ കാല് വലിച്ച് നടന്നിരുന്നത്. പക്ഷേ അമ്മ മാതാവിനോട് ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. കൂടാതെ എനിക്ക് IELTS എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എഴുതി. അമ്മയുടെ കൃപയാൽ ഞാൻ അതിലും പാസ്സായി. ഇതാണ് എനിക്ക് അമ്മ മാതാവ് തന്ന കൃപകൾ. ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുക്കാനും അനിയത്തിക്ക് വേണ്ടി വരുന്നതിന് മുമ്പ് ഞാൻ LLB പഠിച്ചപ്പോൾ എനിക്ക് 56 പേപ്പർ പാസ്സായി. ഞാൻ 5 ഇയർ LLB കോഴ്സാണ് ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചത്. 56 പേപ്പർ പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് 4 പേപ്പർ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി യൂണിവേഴ്സിറ്റി പോയപ്പോൾ, അവളൊരു ഹിന്ദുവാണ്, ഞാനും ഹിന്ദുവാണ്. അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ എല്ലാ പേപ്പറും ക്ലിയർ ആയത്, ചേച്ചി പോയി ഒന്ന് ഉടമ്പടി എടുക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? അവൾ പറഞ്ഞ്, രാവിലെ നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം, വൈകിട്ട് പച്ചത്തിരി. അപ്പം ഞാൻ അവളോട് പറഞ്ഞ് അതിൻ്റെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതൊന്നും പറ്റില്ല, എന്നെ അമ്മ മാതാവ് വിളിക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് ഞാൻ പോയി ഉടമ്പടി എടുത്തോളാന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ അനിയത്തിക്കൊരു സഹനം വന്നപ്പോൾ ഇവിടെ എന്നെ ഓടിയെത്താനായിട്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ വന്നതിൻ്റെ ഫലമായിട്ട് എനിക്കതറിയാം. എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള കാര്യം എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ കൃപാസന മാതാവിന് ഞാനൊരു പ്രാധാന്യം കൊടുത്തില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അനിയത്തിക്ക് അസുഖം വന്നപ്പോൾ ഞാനിവിടെ ഓടിയെത്തിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഫലമായി എൻ്റെ നാട്ടിൽ ആകെ തൊട്ടടുത്ത് 2 പേര് മാത്രമേ ഉടമ്പടി എടുത്തിട്ടായിരുന്നു. ഇപ്പം അനേകം പേര് ഉടമ്പടി എടുത്തു. അനിയത്തിയുടെ ഹോസ്പിറ്റലിലാകട്ടെ, എൻ്റെ വീടിനടുത്താകട്ടെ, ഒത്തിരി ആൾക്കാർ ഉടമ്പടി വന്ന് ഇവിടെ എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ അനിയത്തിക്ക് ഒരു അസുഖം വന്നത് അമ്മ മാതാവിനെ ഞങ്ങളെ കൊണ്ടൊരു നിയോഗം ഉണ്ടായിരുന്നു. അമ്മ മാതാവിനെയും കർത്താവിനെയും കുറിച്ച് മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ അനിയത്തിക്ക് ഒരു അസുഖം വന്ന് അത് ഞാനിവിടെ വരികയും ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നടത്തി തന്ന അമ്മ മാതാവാണ്. ഈ 4 പേപ്പർ കിട്ടാനുണ്ടായിരുന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ 4 പേപ്പറും കൂടി പാസ്സായാലല്ലേ എനിക്കിപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആകാൻ പറ്റുള്ളൂ, അതിന് അമ്മ തന്നെ ചെയ്തു തരണം. വീട്ടിലെ ജോലിയും കാര്യങ്ങളൊന്നും നമുക്ക് പഠിത്തമൊന്നും അത്ര നടക്കില്ല. എങ്കിലും ഞാൻ ഫീസ് അടച്ച് പരീക്ഷ എഴുതാൻ പോയി. പരീക്ഷ എഴുതാതിരുന്നപ്പം ആദ്യത്തെ ദിവസം എക്സാം എഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എല്ലാവരും എക്സാം എഴുതാൻ വരുമ്പോൾ അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കും, ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് കാണിക്കും, എനിക്കും ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റണേ അമ്മേ. അപ്പോൾ ഞാൻ എക്സാമിന് പോയി. ആദ്യത്തെ ദിവസം എക്സാം എഴുതി, പിന്നെ പിറ്റേന്നില്ല, 3ാമത്തെ ദിവസമുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം പേപ്പറെ കണ്ടേ ഗവൺമെൻറ് ലോ കോളേജിലെ എല്ലാ എക്സാമുകളും മാറ്റി അടുത്ത മാസത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് എനിക്കിവിടെ വരാൻ വേണ്ടി തന്നൊരു അനുഗ്രഹമാണ്. ഞാനിവിടെ ഓടി വന്ന് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് അച്ഛൻ എനിക്ക് ഹോൾ ടിക്കറ്റ് പ്രാർത്ഥിച്ച് തന്ന് ഒരു ഉടമ്പടി ലോക്കറ്റും തന്ന്, ഒരു ലോക്കറ്റും തന്ന്, ഉടമ്പടി ലോക്കറ്റും അച്ഛൻ തന്ന ലോക്കറ്റുമായിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഭയങ്കര ടഫ്, IPSCയുടെ പരീക്ഷ, എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ അപ്പോൾ അമ്മയും ഉടമ്പടി ലോക്കറ്റ് എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ചോദിച്ചു, അമ്മേ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. അമ്മയുടെ ഉടമ്പടി ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി ചെന്ന് എക്സാമിന് സാങ്ഷനൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ എന്താ അമ്മ ഇങ്ങനെ? എല്ലാവരും പറയേലേ പഠിച്ചാലേ ജയിക്കുള്ളൂ, നീ ഉടമ്പടി എടുത്തിട്ടൊന്നും കാര്യമില്ലെന്ന്. പക്ഷേ എൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, എൻ്റെ അമ്മ മാതാവ് എന്നെ കൈപിടിച്ചുയർത്തുമെന്ന്. ബൈബിൾ എപ്പോഴും എടുക്കുമ്പോഴേ എനിക്ക് കിട്ടുന്ന വചനങ്ങളെല്ലാം നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ നാണം കെടുത്താൻ നിന്നെ ഞാൻ ഉയർത്തുമെന്നുള്ള വചനങ്ങളാണ് കിട്ടിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടു. എക്സാം എഴുതി ഞാൻ IPSCയുടെ ക്വസ്റ്റ്യൻ ആദ്യം എനിക്കറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ വെച്ച് എഴുതി. പിന്നെ എനിക്കറിയില്ല, എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആരോ പോകുന്ന പോലെ. അപ്പം ഞാൻ ഇവിടെ വിടുന്ന യൂട്യൂബിലെ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും. ആ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും അന്ന് തന്നെ അയച്ചു കൊടുക്കും. ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം എന്നും മുടങ്ങാതെ കേൾക്ക്. ഇന്ന് പകുതി കേട്ടില്ലെങ്കിൽ നാളെ കൊണ്ട് തീർത്ത് ഞാൻ കേൾക്കും, അത് ഞാൻ അയച്ചു കൊടുക്കും. അപ്പോഴൊക്കെ ഞാൻ കേൾക്കാറുണ്ട്,
ആൾക്കാരെല്ലാവരും പറയും പിള്ളേർ IELTS OET കമ്പ്യൂട്ടർ എഞ്ചിനീയർ എങ്ങനെ എഴുതും എല്ലാ പിള്ളേരും പറയും എക്സാമിന് അമ്മ വന്ന് സഹായിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പോണതാരോ എൻ്റെ അമ്മ. ഞാൻ നോക്കിയപ്പോൾ 54 പേജ് ഞാൻ എഴുതി തീർത്ത് ഒരു വെട്ടും തിരുത്തലില്ലാതെ മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ് IPC ഒന്നും വെറുതെ അറിയാൻ മേല ഞാൻ എഴുതിയ എന്താ അല്ലെങ്കിൽ 3 പരീക്ഷ എഴുതി പാസ്സായി. ഞാൻ പരീക്ഷ എഴുതി ഹോൾ ടിക്കറ്റ് കൊണ്ട് അമ്മ മാതാവിൻ്റെ നട വെച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ യോഗ്യതയിലില്ല അച്ഛൻ പറയുള്ളൂ നിൻ്റെ കൃപയിൽ മാത്രമേ ഞാൻ പാസ്സാകുള്ളൂ, അതുകൊണ്ട് എനിക്ക് വെറും 150 മാർക്ക് മതി കേട്ടോ ഈ പേപ്പർ പാസ്സാകാനെന്ന്. അങ്ങനെ റിസൾട്ട് വന്നു. ഞാൻ അതുപോലെ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്കും കൂടി കഴിച്ചു കൊടുക്കും. ജോലി ചെയ്യുന്ന ഇടയിൽ സാക്ഷ്യങ്ങളെ കേൾക്കണം. അപ്പം ഞാൻ എൻ്റെ അമ്മയെ അപ്പോൾ അമ്മ ഒരു ദിവസം പറഞ്ഞു നീ ഇനി എത്ര പേപ്പർ പാസ്സാകാനുണ്ട്? ഞാൻ പറഞ്ഞു 4 പേപ്പർ. എല്ലാവരെയും സഹായിക്കുന്ന മാതാവ് നിന്നെ മാത്രം എന്താ സഹായിക്കാത്ത? അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു മുള്ളു തറയ്ക്കുന്ന പോലെ. അപ്പം ഞാൻ അമ്മ മാതാവിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞത് അമ്മേ നീ കേട്ടില്ലേ, എനിക്കൊന്ന് എൻ്റെ അമ്മയുടെ മുൻപിൽ എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ പക്ഷേ അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. അതെനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഞാനപ്പോൾ എന്നും അമ്മ മാതാവിനോട് പറയും എൻ്റെ അമ്മയുടെ ആണ്ടിന് മുമ്പ്, ഞാനൊരു ഹിന്ദുവാണ് ഞങ്ങൾ, അപ്പം അമ്മയുടെ ആണ്ടിന് മുമ്പ് എനിക്ക് ബലിയിടുമ്പോൾ ഇത് പറയണമെന്ന്. പക്ഷേ അന്ന് അതുപോലെ അമ്മയുടെ ആണ്ട് വന്നതിൻ്റെ ഫെബ്രുവരി 5-ാം തീയതി ആണ്ടായിരുന്നു. ഫെബ്രുവരി 6-ാം തീയതി വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് ഫോണൊന്നും നോക്കാൻ പറ്റില്ല. 7-ാം തീയതി സായാഹ്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ചൊല്ലിയതിന് ശേഷം എൻ്റെ ചെവിയിൽ എന്തോ ആരോ പറയുന്ന പോലെ നീ റിസൾട്ട് നോക്ക്. ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ ഫുൾ പാസിൽ എൻ്റെ ഇത് കിടക്കുന്നു നമ്പർ. എനിക്ക് ഭയങ്കര സന്തോഷമായി. യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു ചോദിയപ്പോൾ ഈ 150 ചോദിച്ചതിന് എനിക്ക് 6 മാർക്ക് കൊള്ളിട്ട് 156 മാർക്ക് കിട്ടി. അതൊക്കെ എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങളാണ്. പിന്നെ എൻ്റെ അനിയത്തിക്ക് ക്യാൻസറായിരുന്നപ്പോൾ ഇവൾ ഹീമോ ചെയ്തപ്പോൾ ഇവൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഛർദിലും വയറുവേദനയും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇവിടെ അച്ഛൻ പറയാറുണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ സഞ്ചാരി മാതാവ് കൂടെ വരുമെന്നും. ഒരു ദിവസം രാത്രി 12 മണിയായി കാണും. ഞാൻ ഇവളുടെ കരച്ചിലും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ അച്ഛൻ പറയാറില്ലേ ഉടമ്പടി എടുത്താൽ സഞ്ചാരി മാതാവ് കൂടെ വരുമെന്ന്. എൻ്റെ അനിയത്തി ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് വേദന കൊണ്ട് പിഴഞ്ഞിട്ട് എൻ്റെ വീട്ടിലൊന്നും വന്നില്ലല്ലോ എന്നും. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റൂമിലെ എയർ ഹോളിലൂടെ ഒരു മിന്നാമിനിങ്ങിൻ്റെ പ്രകാശം എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറുമെന്ന്. മിന്നാമിനിങ് ആണല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ബെഡ്ഷീറ്റ് കൊണ്ട് മുഖം അടച്ചു കെട്ട് കിടന്ന് പെട്ടെന്ന് വിൻഡോയിൽ ആരോ ടക്ക് ടക്കെന്ന് അടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഓർത്തത് ആരെ വിൻഡോയിൽ അടിക്കണം. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പം റൂമിൻ്റെ ബെർത്തിൽ ഭയങ്കരമായൊരു പ്രകാശം. ഒരു മിന്നാമിനിങ് കത്തി നിന്നാൽ അത്രയും ഒരു പ്രകാശം വരില്ല. എനിക്കപ്പം മനസ്സിലായി ഇതൊരു ഞാനിവിടെ സാക്ഷ്യത്തിൽ കേൾക്കാറുണ്ട് പ്രകാശമായിട്ടൊക്കെ അമ്മമാതാവ് വരുമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലാരോ പറയുന്നത് അമ്മമാതാവാ. ഞാൻ നോക്കുമ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന അമ്മമാതാവിൻ്റെ ഫോട്ടോയുടെ തൊട്ട് പുറകിൽ ഇങ്ങനെ വന്ന് ഫോട്ടോയുടെ പുറകിൽ അമ്മമാതാവിൻ്റെ ഫോട്ടോ ഇതാണെങ്കിൽ ഈ ഫോട്ടോയുടെ പുറകിൽ വന്ന് ഇത്രയും നീളമുള്ള ഒരു പ്രകാശം, ഒരിക്കലും അതൊരു മിന്നാമിനിങ്ങല്ല, ആ പ്രകാശം ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഞാൻ അറിയാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ആരെയും വിളിക്കാനൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ഞാൻ ലൈറ്റ് ഓണാക്കി ഓഫാക്കുകയും ചെയ്തു. പിന്നെ ആ പ്രകാശമേ കണ്ടില്ല. ഓടി ഞാൻ വരുമ്പോൾ ഇവൾ കരഞ്ഞണ്ടിരിക്കുക, കിടക്കാൻ പറ്റുന്നില്ല, കീമോ ചെയ്തതിൻ്റെ വിഷമം. ഞാൻ വന്ന് തൈലം തൊട്ട് പ്രാർത്ഥിച്ച അമ്മമാതാവിനോട് പറഞ്ഞു അമ്മമാതാവേ ഇവൾ സുഖമായിട്ട് ഉറങ്ങണേ, നേരം വെളുത്ത് കഴിഞ്ഞ് എഴുന്നേക്കാവുള്ളെന്ന്. അങ്ങനെ അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പിന്നെ പ്രാർത്ഥന നേർച്ച വസ്തുക്കളുടെ ഉപയോഗം. എൻ്റെ മോളുടെ കൈയുടെ വലത് കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഞാനത് വൈക്കത്തെ ഹോസ്പിറ്റലിലെ ഓർത്തോ ഡോക്ടറെ കൊണ്ടേ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ആകണം, കീറിക്കളയണം. എനിക്കത് കേട്ടപ്പോൾ പേടിയായിപ്പോയി. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ മോളെ ശ്രദ്ധിച്ചില്ലെന്ന്. തൃപ്പൂണിത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞ് കീറിക്കളയണമെന്നു. എന്നിട്ട് ആ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ ആ മുഴ അങ്ങ് താന്നു പോയി. അതിനുശേഷം വീണ്ടും ആ മുഴ പൊങ്ങി വന്നു. അപ്പോഴും ഞാൻ ഡോക്ടറടുക്കെ പോകാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ഡോക്ടർ എൻ്റെ അമ്മയാണ്. അമ്മയുടെ ഈ തൈലം ഞാൻ തൊട്ട് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഈ മുഴ താന്നു പോകുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ അമ്മമാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ മുഴ താന്നു പോയി. എൻ്റെ മോളുടെ കയ്യിൽ പിന്നീട് ഒന്നും വന്നിട്ടില്ല. പിന്നെ പത്രം ഞാൻ ആദ്യമൊക്കെ ഞങ്ങളുടെ അടുത്തുള്ളവരൊന്നും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ അവർക്കാണ് കൊടുത്തിരുന്നത്. പിന്നീട് ഞാൻ സർക്കാർ ആശുപത്രി വൈക്കത്ത് കൊണ്ടുപോയി. ഞാൻ പോകാൻ നേരത്തെ അമ്മയോട് പറയും അമ്മേ പത്രം കൊടുക്കാൻ പോകുക, അമ്മ എൻ്റെ കൂടെ വരണം കേട്ടോ എന്ന് പറയും. അങ്ങനെ ഞാൻ പത്രവും കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ ദിവസം തൈലവും കൊണ്ടുപോകും. എന്നിട്ട് തൊട്ട് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പത്രങ്ങളെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ കൊടുത്തിട്ട് തിരിച്ചു പോരാറുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം
ഉപ്പ് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ റംബുട്ടാൻ മരത്തെ നിറയെ കാട്ടുകടന്നൽ കൂടിയെന്ന് ഇതിനെ കളയാൻ ഒരു നിവർത്തിയില്ല. അപ്പോൾ ചേച്ചി ഉടമ്പടി എടുത്തതാണ്. ഞാൻ ചേച്ചീനോട് പറഞ്ഞു, ചേച്ചി അച്ഛൻ പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രാണികളുടെ ശല്യമോ പാമ്പിൻ്റെ ശല്യമൊക്കെ വരുമ്പോൾ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതിയല്ലോ എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി അത് ചിരിച്ച്. പിന്നെ ചേച്ചി 3 ദിവസം അടുപ്പിച്ച് ആ റംബുട്ടാൻ്റെ ചുറ്റിനും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയ പാലെടുത്തുകൊണ്ട് വരണം, ചേട്ടൻ അവിടെ കൊണ്ട് പാൽ വെക്കും. ആ പാലെടുക്കാൻ ചെന്നപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പെടുത്ത് കൊണ്ടുപോയി ഞാൻ എടുത്തിട്ട് പ്രാർത്ഥിച്ച്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു സ്ട്രൈക്ക് ചെയ്ത് അവിടുത്തെ വീട്ടിലെ റംബുട്ടാൻ മരത്തിലെ തേനീച്ച ഈ കടന്നലിനെ കുറിച്ച്. ഞാൻ അവിടെ ചെന്ന് നോക്കി. അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു, ആൾക്കാർ ഞങ്ങളെ കളിയാക്കിയില്ലേ ഉപ്പൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കടന്നൽ പോയില്ലെന്ന്. അപ്പോൾ ചേച്ചി കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നാൽ വിളിച്ച് പറയേ ആ റംബുട്ടാൻ മരത്തേൽ കടന്നലുകളൊന്നുമില്ലെന്ന്. അതൊരു സാക്ഷ്യം. പിന്നെ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിറയെ തെങ്ങയിന്ന് ഈ ചൊറിയം പുഴു വന്ന് വീണ് അതിൻ്റെ കാഷ്ടങ്ങൾ നിറച്ച് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അച്ഛൻ ഇത് പോയത് കടന്നൽ പോയെങ്കിൽ ചൊറിയം പുഴുവിന് പോകുമല്ലോ. ഞാൻ എന്ത് ചെയ്യുന്ന തെങ്ങിൻ്റെ ചോട്ടിൽ ഈ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് 3 ദിവസം കഴിഞ്ഞ് ഇന്ന് വരെ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ചൊറിയമ്പുഴിൻ്റെ കാഷ്ടമില്ല, തെങ്ങിലുമില്ല. പിന്നെ ഇത്രയൊക്കെയാണ് അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും കർത്താവിനും ഒരു 100,000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ നിർത്തുന്നു.